ഇന്നത്തെ കാലത്തെ പാരൻസിൻ്റെ ഇടയിൽ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ടീനേജ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരനുസരിക്കും. അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. കുറുമ്പാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. പക്ഷെ അവരൊരു ടീനേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച രീതിയിലായിരിക്കില്ല പിന്നീട് അവർക്ക് ഉണ്ടാവുന്ന റെസ്പോൺസ് കാര്യങ്ങൾ. അത്രയും കാലം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന അച്ഛൻ അമ്മ കുട്ടി റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ആൾ ഈ ടീനേജിലേക്ക് കടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതായത് കുട്ടി ഫാമിലിക്ക് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ്, കെയർ അല്ലെങ്കിൽ അവരോടുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ കുറയുക. അവർ കുറച്ചും കൂടെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടേതായ വേറൊരു ലോകം ആ രീതിയിലേക്ക് മാറുക. നമ്മൾ പറയുന്നൊന്നും അനുസരിക്കാതിരിക്കുക, നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാവാതെ അവർ അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്നൊരു പ്രായമാണ് ഈ ടീനേജ് പറയുന്നത്. ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹലോ, എൻ്റെ പേര് ഹിബ, ഞാൻ ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമുക്ക് ക്ലിനിക്കിലേക്ക് വരുന്ന ഒരുപാട് കേസസ് ഇത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം എക്സാമിൻ്റെ ടൈമിലായാലും പഠനത്തിനോട് ഭയങ്കര പെട്ടെന്ന് താല്പര്യം കുറയുക. നല്ല രീതിയിൽ പഠിച്ചൊരു കുട്ടിയായിരുന്നു. പക്ഷേ കുറച്ച് ഒരു ടൈം എത്തിയപ്പം പഠിക്കണ്ട, എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ കുട്ടി പറയുന്നു. അതേപോലെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഒരു എത്തിയ സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു രാത്രി ലേറ്റ് നൈറ്റ് വരെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. വീട്ടിൽ വന്നാലും അവരുമായിട്ട് കോളാണ്. എന്നോടൊന്ന് സംസാരിക്കാൻ പോലും ടൈമില്ല. അത്രയും കാലം ഒരുമിച്ച് മാത്രം ഫുഡ് കഴിച്ചിരുന്ന ഒരു ഫാമിലിയാണ്. പാരൻറ്റ് വർക്കിംഗ് ആണ്. അവർ വർക്കൊക്കെ കഴിഞ്ഞ് വന്നു, കുട്ടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും, നല്ല രീതിയിലുള്ള ക്വാളിറ്റി ടൈമൊക്കെ അങ്ങനെ പോകുന്നൊരു ഫാമിലി ആയിരുന്നു. പക്ഷേ ടൈം എത്തിയപ്പം അവൻ ഫുഡ് എടുത്ത് റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു പോകും. അങ്ങനെ ഒരുമിച്ചിരിക്കാൻ പോലും ആൾ സമ്മതിക്കുന്നില്ല, നല്ല രീതിയിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന പാരൻസ് ഉണ്ട്. ഇത് ഒരിക്കലും ആ ഒരു കുട്ടിയുടെ പ്രശ്നം കൊണ്ടോ അല്ല പാരൻറ്റിന് ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ സംഭവിക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫിസിക്കലി അല്ലെങ്കിൽ ഹോർമോണലി ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം അവർക്ക് ഉണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. ഇതിൽ പാരൻസിൻ്റെ ചെറിയ ചെറിയ ഇടപെടലുകൾ കാരണം നമുക്കിത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല പാരൻസും കുട്ടികളോട് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആയ പോലെ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെയൊക്കെ എൻ്റെ കുട്ടി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ ഒരു കുട്ടി എൻ്റെ കുട്ടി ചെയ്യണം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾ അതൊരു വ്യക്തിയാണ്. നമ്മളെപ്പോലെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ, അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താവണം അതിനുള്ള കപ്പാസിറ്റി അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ അവർക്ക് ഡിസൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ചിലപ്പം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ നമ്മളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടോ അവരത് സമ്മതിക്കുമെങ്കിലും അവരെ സംബന്ധിച്ച് അവർ മുന്നോട്ട് പോകുമ്പം അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മളെപ്പോലെ ആക്കാൻ ട്രൈ ചെയ്യാതിരിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവരെ കേൾക്കുക. അങ്ങനെ ചെയ്യുമ്പം അവർക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പാരൻസ്, അവർ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ കറക്റ്റ് ചെയ്യും. പക്ഷെ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും, അവരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഓക്കെ, അത് ചെയ്യേണ്ട കാര്യമാണ്, അത് പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം എന്താണ്, ആ രീതിയിലേക്കുള്ള സംസാരം. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമ്മളെ എല്ലാവരും അപ്രിസിയേറ്റ് ചെയ്യുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ അവൻ ചെയ്തതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരെ പ്രശംസിക്കണം. അവർ ചെയ്തതിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ആൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളോടൊരു റെസ്പെക്റ്റും നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്ന രീതിയിലേക്കും എത്തുള്ളൂ. ഇതിപ്പോൾ ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് പ്രൈസിങ് പോലെ, അതായത് നീ ഭയങ്കര അടിപൊളിയാണ്, നീയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ, അങ്ങനെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള അങ്ങനെയുള്ള പ്രശംസകളല്ല. നീ ഈ കാര്യം ചെയ്തത് നല്ലതായിരുന്നു, നീ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അത് അടിപൊളിയാണ്. അങ്ങനെ ആൾ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുക, അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളെ റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. പലരും പറയുന്നുണ്ട് എന്നെ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നതൊന്നും കുട്ടി കേൾക്കുന്നില്ല എന്നൊക്കെ. തിരിച്ച് റെസ്പെക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആളെ നമ്മളും അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യും. ആളെ നമ്മൾ ഓരോ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അഡ്വൈസ് കൊടുക്കുന്ന സമയത്തൊക്കെ ആളെ റെസ്പെക്റ്റ് ചെയ്ത് അതൊരു പേഴ്സൺ ആണ്,
അയാളുടെ വാല്യൂസും അയാളുടെ ഇമോഷനും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ആളോട് സംസാരിക്കുക. നമ്മൾ ആളെ കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, കുട്ടീനെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവനൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം അവൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല, തെറ്റാണ്, നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത് കറക്റ്റ് ചെയ്യുമ്പം നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അങ്ങനെ റൂഡായിട്ട് ആർഗ്യൂ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവനെ ഭയങ്കര ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഞാനങ്ങനെ പറഞ്ഞതല്ലേ നീ എന്തൊന്നും ചെയ്തില്ല, ആ രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ, തരം താഴ്ത്തുന്ന രീതിയിൽ അങ്ങനെ പറയുന്നതിന് പകരം കുറച്ചും കൂടി ഫണ്ണായിട്ട് ഹ്യൂമറൊക്കെ ആഡ് ചെയ്തിട്ട്, ഒരാളെൻ്റെ അടുത്ത് ഒരു കുട്ടി ഇപ്പം ഞാൻ ഇന്ന് 8 മണി മുതൽ പഠിച്ചോളാം എന്ന് പറഞ്ഞ് ഒരു 8:30 9 മണിയാകുമ്പോൾ പാരൻറ്റിന് വേണമെങ്കിൽ പറയാം, ഒരാൾ എൻ്റെ അടുത്ത് ഒരു 8 മണിയാകുമ്പോൾ പഠിച്ചോളാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇതുവരെ ഒന്നും ആയില്ല. അങ്ങനെയൊക്കെ പറയുമ്പം കുട്ടിക്ക് കുറച്ചുകൂടി അത് കളിയാക്കുന്നതായിട്ട് ഫീൽ ചെയ്യേയില്ല, പക്ഷേ കാര്യം മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഫണ്ണൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ആളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതേപോലെ ആൾക്കാരുടെ ഇടയിലിട്ടിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുക. ആൾക്കാരുടെ ഇടയിലിട്ടിട്ട് അവരെ കറക്റ്റ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ അവരോട് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴോ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു എന്നുള്ളൊരു ഫീലാണ് ആ കുട്ടിക്ക് അവിടെ ഉണ്ടാവുക. അത് മാക്സിമം ഒഴിവാക്കുക. അതേപോലെ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അവരോട് കാര്യം ചെയ്യുമ്പോൾ, ഈവൻ ഇപ്പം ഒരു ഗെയിം അഡിക്ഷൻ ഉള്ളൊരു കുട്ടിയാണ്, ആ ഫോണ് നമുക്ക് വാങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഗെയിം അഡിക്ഷൻ കുറച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഫോണിങ് തന്നെ, നീ ഇനി ഗെയിം കളിക്കണ്ട, ഇനി ഫോൺ എടുക്കണ്ട എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ അയാളുടെ കൂടെ ഇരിക്കുക. ഗെയിം കളിക്കുന്നത് അവൻ്റെ കൂടെ, ഓക്കെ ഗെയിമിനെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പം കുറച്ച് അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതും, ഒന്നും അറിയാത്ത ഒരാൾ നീ അത് ചെയ്യരുത് എന്ന് പറയുന്നതും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ആളുടെ കൂടെ ഇരുന്ന് ഒരു കുറച്ച് സമയം കൂടെ ആൾ കളിക്കുന്നത് കാണുക, അല്ലെങ്കിൽ ആളുടെ കൂടെ കുറച്ച് നേരം ഗെയിം കളിക്കുക, എന്നിട്ട് പറയും ഇനി കുറച്ച് നേരം ആയില്ലേ, ഇതൊന്ന് മാറ്റി വെക്കാം, അത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്, ഇതിങ്ങനെ കളിക്കുന്ന സമയത്ത് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, അപ്പം കുറച്ച് വേറെ കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. അങ്ങനെ ഒരു രീതിയിൽ ചെറിയ ചെറിയ അഗ്രിമെൻറ്റിലേക്കൊക്കെ എത്തിക്കാം. അപ്പം നമ്മൾ ഒറ്റയടിക്ക് സഡനായിട്ട് ഒരു കാര്യം പറയുന്നതും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആളുടെ കൂടെ ഇരുന്നിട്ട് ആളത് മാറ്റിയെടുക്കുന്നതും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ കുട്ടിയുമായിട്ട് ചെറിയ ചെറിയ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാക്കാം. അതായത് ഒരു ആഴ്ചയിൽ 6 ദിവസം നീ പഠിക്കുകയാണെങ്കിൽ 7ാമത്തെ ദിവസം ഞാൻ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാനൊരു പ്രൈസ് വാങ്ങിത്തരാം. നമ്മളുടെ സാമ്പത്തിക നിലയൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ നമുക്ക് ഓഫർ ചെയ്യാം. അത് ആൾ ചെയ്താൽ 6 ദിവസം പഠിച്ചാൽ മാത്രം കൊടുക്കുകയും ചെയ്യുക. പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ കൊടുക്കാതിരിക്കുക. ഇതിപ്പോൾ പഠിക്കുന്നില്ല, പക്ഷെ നമ്മൾ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുക്കണമല്ലോ, ആ രീതിയിലേക്ക് പോവാതെ ആൾ കറക്റ്റായിട്ട് കാര്യം ചെയ്താൽ ആളെ പ്രൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ 7ാമത്തെ ദിവസം ആൾക്ക് നമ്മൾ ഓഫർ ചെയ്ത കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോടുള്ളൊരു ട്രസ്റ്റ് ആ കുട്ടിയിൽ ബിൽഡ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ആ കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ്ങിലും നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളൊരു ബുദ്ധിമുട്ടിലൂടെ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളടുത്ത് വന്ന് പറയാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ആൾ നമ്മളടുത്ത് വന്ന് സംസാരിക്കുമ്പം നമ്മൾ കെയർഫുള്ളി അതിനൊന്ന് കേൾക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ ഉപദേശിക്കാനോ, അല്ലെങ്കിൽ അയാളെ ക്രിറ്റിസൈസ് ചെയ്യാനോ, ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ അയാൾ പറയുന്ന കാര്യം ആ സമയത്ത് കറക്റ്റായിട്ട് കേട്ട് കൊടുക്കുക. അയാൾക്ക് ഉപദേശിക്കേണ്ട കാര്യമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാവധാനം ആളെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്ക് അയാൾ കേൾക്കുന്നുണ്ട് എന്ന് തോന്നുമ്പം തന്നെ ആളുടെ ഇഷ്യൂസ് ഒന്ന് കാം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് നമ്മൾ അയാളെ കേട്ടതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് പറയുന്ന കാര്യങ്ങളും അയാൾ കേൾക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേപോലെ നമ്മൾ ചെറിയ ചെറിയ ഡെഡ് ലൈൻസ് ഒക്കെ കുട്ടിക്ക് വെച്ച് കൊടുക്കുക. അതായത് നീ എഴുതുമ്പോൾ ഒരു 10 മണിൻ്റെ മുമ്പ് എഴുതണേ, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പറയാണ് ഒരു 10 മണിൻ്റെ മുമ്പ് എഴുതണേ, അല്ലെങ്കിൽ ഇന്ന് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. അങ്ങനെ പറയുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡെഡ് ലൈൻസ് വെക്കാം. ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടല്ല, ഇന്ന് എടുക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ സ്കൂളിലേക്ക് അന്ന് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നീ പഠിച്ചു തീരണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻസ് അല്ല. ഇതേപോലെ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഡെഡ് ലൈൻസും അല്ല. നമ്മൾ കുട്ടിയുമായിട്ട് കൂടെ ഇരുന്നിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളടുത്ത് ചോദിക്കുക, സ്കൂളിൽ വിട്ട് വന്നിട്ട് നീ എത്ര ടൈം കൊണ്ടായി പഠിക്കുക, അപ്പോൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്കിത് പഠിച്ച് തീർത്തിട്ട് കിടന്നാലോ. അപ്പോൾ കുട്ടി പറയും ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്, ഞാൻ രാവിലെ എണീച്ച് പഠിച്ച്. ഓക്കെ, അതിനെ എഗ്രി ചെയ്യുക. അങ്ങനെ രാവിലെ അതൊരു ഡെഡ് ലൈൻ ആയിട്ട് ഫിക്സ് ചെയ്യുക. കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ ഡെഡ് ലൈൻ വെക്കുന്ന സമയത്ത് കുട്ടി ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ,
അതോടെ ഞാനിത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ പാരൻറ്റിങ്ങിൽ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റും വാല്യൂം കൂടുകയും നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഇത് ഇമ്പ്രൂവ് ചെയ്യാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കുട്ടിയുമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കണക്ഷനിലോ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടീനോട് പെരുമാറുന്നത്, എങ്ങനെയാണ് ആ കുട്ടീനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് വരുത്തി നോക്കുക. ഇത്തരം രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ കുട്ടിയുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്